ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 44-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. നോവയുടെ മരണം ഒരു സാധാരണ മരണമല്ല, അതൊരു കൊലപാതകമാണ്. പോലീസിന്റെ നിഗമനവും തെളിവുകളുമെല്ലാം വിരൽ ചൂണ്ടുന്നത് ആ ക്രൂരകൃത്യത്തിലേക്കാണ്. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യങ്ങൾ പോലും ആ സത്യത്തെയാണ് വിളിച്ചു പറയുന്നത്. എത്രയും പെട്ടെന്ന് ആമിക മേഡത്തിനോട് തിരിച്ചു ചെല്ലാനും അലോക് സാറിനെ ചെന്ന് കാണാനുമുള്ള സന്ദേശവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. സോമന്റെ വാക്കുകളാണ് ആമികയെ ആ ഞെട്ടലിൽ നിന്നും ഉണർത്തിയത്. ആമി ചേച്ചി, ഐ വാണ്ട് ടു ടോക്ക് ടു യു. ആമികയുടെ കാതുകളിൽ കൃത്യം 1.5 മാസം മുമ്പ് തന്നോട് സംസാരിക്കാൻ വെമ്പിയ നോവയുടെ വാക്കുകൾ ഒരിടിമുഴക്കം പോലെ ആവർത്തിച്ചു. ആ ദിവസങ്ങളിൽ തൻ്റെ ഉള്ളിൽ കോരസാറിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. മേലുദ്യോഗസ്ഥരോടുള്ള കടുത്ത അമർഷവും ചുറ്റുമുള്ള അധികാര രാഷ്ട്രീയത്തിൻ്റെ കളിയിൽപ്പെട്ട് തകർന്നുപോയ മനസ്സും അന്ന് തന്നെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ആ കുഞ്ഞിനെ കേൾക്കാനുള്ള ക്ഷമയോ മനസ്സോ ഒന്നും തനിക്കുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അന്ന് അവൾക്ക് വേണ്ടി 5 മിനിറ്റ് നീക്കി വയ്ക്കാൻ താൻ തയ്യാറായിരുന്നുവെങ്കിൽ, ആ പിഞ്ചു മനസ്സിൻ്റെ സങ്കടങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഇന്നിതൊക്കെ ഒഴിവാക്കാമായിരുന്നു. ചിലപ്പോൾ നമ്മൾ തിരക്കുകൾക്കിടയിൽ അവഗണിച്ചു പോകുന്ന ചില ആളുകൾക്ക് പറയാനുള്ളത് അവരുടെ ജീവന്റെ തന്നെ വിലയുള്ള കഥകളായിരിക്കാം. ആ ചിന്തയിൽ ആമികയ്ക്ക് തന്നോട് തന്നെ കടുത്ത പുച്ഛം തോന്നി. ആ കുറ്റബോധത്തിന്റെ തീച്ചൂളയിൽ അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. തന്നെ വിളിച്ച ആ കുഞ്ഞിന്റെ ശബ്ദം ഇന്ന് വെറും ഓർമ്മയായി മാറിയിരിക്കുന്നു. അന്ന് താൻ കാണിച്ച അശ്രദ്ധയുടെ വിലയായിരിക്കുമോ ഈ കുഞ്ഞു ജീവൻ നൽകേണ്ടി വന്നത്? ആലോചനകൾക്കിടയിൽ അവൾ തൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. സസ്പെൻഷന്റെയും നിസ്സംഗതയുടെയും കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് അവൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് കണ്ണുനീരായിരുന്നില്ല, പകരം നോവയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ വേട്ടയാടാനുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ അഗ്നിയായിരുന്നു. അവൾ ജയദേവനെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഡാഡി, ലെറ്റ്സ് ഗോ. നമ്മൾ വന്ന കാര്യം അത് നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം നമുക്ക് നോവയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് മതി കാലങ്ങൾക്ക് പിന്നിലേക്കുള്ള മടക്കയാത്രയും പ്രണയവും എല്ലാം. മേഡം, ഞാൻ വെയിറ്റ് ചെയ്യണോ? സോമൻ്റെ ആ ചോദ്യത്തിൽ സന്തോഷവും ആശ്വാസവും നിറഞ്ഞിരുന്നു. വേണ്ട സോമൻ, ഞങ്ങൾ എത്തിക്കോളാം. ഇതിപ്പോൾ എൻ്റെയും കൂടി കാര്യമാണ്. എൻ്റെ അനുജത്തിയെപ്പോലെ ഞാൻ സ്നേഹിച്ച എൻ്റെ നോവക്കുട്ടിയുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി താമസിപ്പിക്കില്ല. ആമികയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന വാത്സല്യവും തീക്ഷ്ണതയും നോവ അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നുവെന്ന് വിളിച്ചോതുന്നതായിരുന്നു. ഓക്കെ, സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ എത്താൻ നോക്കണേ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സോമൻ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഡാഡി, 1 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. എനിക്ക് അത്യാവശ്യമായി ഒരാളെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് പുറപ്പെടാം. മറുപടിക്ക് കാത്തു നിൽക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് ആമിക അന്നക്കൊച്ചിൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു. അന്നമ്മച്ചി, ഒരത്യാവശ്യ കാര്യമുണ്ട്. ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോവുക. വളരെ എമർജൻസിയായ ഒരു കാര്യമാണ്. എന്തൊക്കെ സംഭവിച്ചാലും അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായാൽ ആ നിമിഷം ഞങ്ങൾ തിരിച്ചെത്തും. അന്നമ്മച്ചിയുടെ കവിളിൽ മുത്തിക്കൊണ്ട് ആമിക അത് പറയുമ്പോൾ തൻ്റെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ അവൾ കാണാതിരിക്കാൻ ആ സ്ത്രീ മുഖം തിരിച്ചു പിടിച്ചു. ഏകദേശം അരമണിക്കൂറിന് ശേഷം അവർ പോകാൻ പുറത്തേക്കിറങ്ങിയത് കണ്ടപ്പോൾ അന്നമ്മച്ചി അവരെ യാത്ര അയക്കാൻ മുറ്റത്തേക്ക് വന്നു. മകളെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുമ്പോൾ പ്രിയപ്പെട്ടവന് കണ്ണുകൾ കൊണ്ട് മൗനമായി വിടചൊല്ലി. ആ നിമിഷം വിതുമ്പി പോകാതിരിക്കാൻ അവർ അങ്ങേയറ്റം ശ്രദ്ധിച്ചു. വീണ്ടും തനിച്ചായിരിക്കുന്നു. മുൻപൊക്കെ ഇതുപോലെ തനിച്ചായ ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിരുന്നിട്ടും അന്നൊന്നും ആരെയും പ്രതീക്ഷിക്കാനുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തനിക്ക് പ്രതീക്ഷയുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ അവർ തിരികെ വരുമെന്നും തന്നെയും അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുമെന്നുമുള്ള പ്രതീക്ഷ. ഓർമ്മകൾ തന്നിൽ വേലിയേറ്റം സൃഷ്ടിച്ചു തുടങ്ങിയപ്പോൾ അതിന് തടയിട്ടുകൊണ്ട് അവർ അകത്തേക്ക് നടന്നു. സ്വപ്നങ്ങൾ മനുഷ്യനെ ചിലപ്പോഴൊക്കെ തകർത്ത് കളയുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് സ്വപ്നം കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവർ സ്വയം ഓർമ്മിപ്പിച്ചു. യാത്രക്കിടയിൽ ആമിക മൗനം ഭേദിച്ച് ജയദേവനോട് ചോദിച്ചു, ഡാഡി, നോവയുടെ മരണം പോലീസ് നിഗമനത്തിൽ അതൊരു കൊലപാതകമാണെങ്കിൽ ആര്? ഡാഡിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ജയദേവൻ ഒരു നിമിഷം പുറത്തേക്ക് നോക്കി ആഴത്തിലുള്ളൊരു നിശ്വാസത്തിന് ശേഷം പറഞ്ഞു, മോളെ, റാം സാറിന് ഒരുപാട് ശത്രുക്കളുണ്ട്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ. അവരിൽ ആരെങ്കിലും പക വീട്ടിയതാകാം. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. ആ കുടുംബം അനുഭവിച്ചതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. റാമിൻ്റെയും വർഷയുടെയും പുറം ലോകത്ത് ആരും അറിയാത്ത ജീവിതത്തിലേക്ക് ജയദേവൻ്റെ ഓർമ്മകൾ കടന്നു ചെന്നു. വല്ലാത്തൊരു നെടുവീർപ്പോടെ അദ്ദേഹം പറഞ്ഞു,
നോവ റാംസാറിൻ്റെ ഒരേ ഒരു മകളല്ല മോളെ. നോവയ്ക്ക് മുകളിൽ ഒരാൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. എല്ലാവരും കുഞ്ഞനെന്ന് വിളിച്ചിരുന്ന ഒരു പൊന്നുമോൻ. ആമികയുടെ കണ്ണുകൾ വിടർന്നു. എന്നിട്ട് ആ മകൻ ഇപ്പോൾ എവിടെ? വർഷയുടെ കൈകൾ കൊണ്ട് ഇല്ലാതായ ആ കുഞ്ഞിനെക്കുറിച്ച് ഓർത്തപ്പോൾ ജയദേവൻ സ്വയം അറിയാതെ വിതുമ്പിപ്പോയി. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വർഷയുടെ പിതാവിനൊപ്പം സ്ഥിരമായി ആ വീട്ടിൽ ചെന്നിരുന്നതുകൊണ്ട് ആ വീട്ടിലെ ഒരംഗത്തെ പോലെ തന്നെ അവരെല്ലാവരും ജയദേവനെ കണ്ടിരുന്നു. ആ കുടുംബത്തിൻ്റെ ദുരന്തങ്ങളെല്ലാം തനിക്ക് അറിയാമായിരുന്നിട്ടും ആരോടും ഇന്നീ നിമിഷം വരെ ഒന്നും പറഞ്ഞിരുന്നില്ല. ഇന്നീ നിമിഷം വരെ മനസ്സിൽ അടക്കിപ്പിടിച്ചിരുന്ന ആ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ആദ്യമായി തൻ്റെ മകളോട് പങ്കുവെക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. രാത്രി ഏറെ വൈകി വീട്ടിലെത്തിയിട്ടും അവർക്ക് തെല്ലും മയങ്ങാൻ പോലും കഴിഞ്ഞില്ല. ആ പഴയ ഓർമ്മകൾ അവരെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ അലോക് സാറിൻ്റെ ക്യാബിൻ ഡോറിൽ മുട്ടിക്കൊണ്ട് ആമിക ചോദിച്ചു, സർ, മേ ഐ കമ്മിങ്? വായോ വായോ, തന്നെയാണോ പ്രതീക്ഷിച്ചിരുന്നത്? എവിടെയായിരുന്നു ഇത്ര നാളും? 2-3 ദിവസമായി ഞങ്ങൾ തീ തിന്നുകയായിരുന്നു. ഈ മുഖം ഒന്ന് കണ്ടാൽ ഈ ഉത്തരവാദിത്വം അങ്ങ് ഏൽപ്പിക്കാമല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്തൊരു സ്വഭാവമാണിത്! ഫോണെങ്കിലും ഒന്ന് എടുത്തുകൂടെ? ഇതിനൊക്കെ കടുത്ത അച്ചടക്ക നടപടികൾ എടുക്കേണ്ടതാണ്. അലോക് നിർത്താതെ വാക്കുകൾ ശരം പോലെ തൊടുത്തു. ആമികയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അല്ല സാറേ, ഞാൻ സസ്പെൻഷനിലല്ലേ, പിന്നെ എന്നെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അച്ചടക്ക നടപടികൾ അതൊക്കെ ഞാൻ കുറേ കണ്ടതാ. ഇവിടെ നിന്ന് പത്രക്കാരുടെ വായിൽ പെടേണ്ട എന്ന് വിചാരിച്ചാണ് മാറി നിന്നത്. പിന്നെ ഇപ്പോൾ ഈ മടക്കം അതെൻ്റെ നോവയ്ക്ക് വേണ്ടി മാത്രമാണ്. അലോക് ഒരു വലിയ ഫയൽ അവളുടെ മുൻപിലേക്ക് നീക്കി വെച്ചു. എടോ, താൻ ഇങ്ങനെ ചൂടാവല്ലേ. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നമുക്ക് ചുറ്റും കുറച്ചധികം കേസുകളുണ്ട്, എല്ലാം ഒരേ സ്വഭാവമുള്ളത്. അതിലേറ്റവും പ്രധാനം റാംസാറിൻ്റെ മകളുടെ കേസ് തന്നെയാണ്. ഒന്നും ഒരിടത്തും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലായിടത്തും വല്ലാത്ത കോംപ്ലിക്കേഷൻസ്. താൻ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയണ്ട. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്കിതിൻ്റെ റിപ്പോർട്ട് വേണം. ആമിക ഫയൽ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് തന്നെ തിരിച്ചു വെച്ചുകൊണ്ട് ശാന്തമായി പറഞ്ഞു, സാറേ, ഞാനിപ്പോഴും സസ്പെൻഷനിലാണ്. അത് മറന്നുപോയോ? അന്വേഷണം സസ്പെൻഷനിലായ ഒരു പോലീസുകാരിയെ ഏൽപ്പിക്കുന്നോ? കഷ്ടം തന്നെ. അലോക് ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, അതിന് തൻ്റെ സസ്പെൻഷനൊക്കെ എപ്പോഴേ പിൻവലിച്ചു കഴിഞ്ഞു. കോര സാറിൻ്റെ പാർട്ടിയിൽപ്പെട്ടതല്ലേ നമ്മുടെ മന്ത്രി സാറും. ആ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമായ ആളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ എന്തും ചെയ്യാൻ പാർട്ടിക്കാർ തയ്യാറാണ്. തനിക്കൊപ്പം ആരൊക്കെയോ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഒക്കെയും റെഡിയാക്കി തരാം. ആമികയുടെ കണ്ണുകളിൽ ഒരു നിശ്ചയദാർഢ്യം തെളിഞ്ഞു. ഓക്കെ സർ, ഞാൻ ആദ്യം ഈ കേസൊന്ന് പഠിക്കട്ടെ. അവൾ അലോകിന് ഒരു സല്യൂട്ട് നൽകി ആ ഫയലുമായി ഗൗരവത്തോടെ പുറത്തേക്ക് നടന്നു. വരാനിരിക്കുന്ന പോരാട്ടത്തിൻ്റെ തീവ്രത അവൾ അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ഈ കേസ് ആമികയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറാൻ പോവുകയാണോ? തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.